ഇപ്പോൾ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ വർദ്ധിച്ച അധിക നികുതി സംസ്ഥാനത്തിന് കിട്ടുന്നത് ഇളച്ചു കൊടുക്കുന്നത് ജനങ്ങളോടുള്ള മര്യാദയാണ് എന്ന് പറഞ്ഞ് അന്ന് സമരം ചെയ്ത മുഖ്യമന്ത്രി അത് സംബന്ധിച്ചുള്ള നിലപാട് പറയണ്ടേ? നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ പാലിക്കുന്ന ആളാണ് എന്ന് തെളിയിക്കാൻ പറ്റും. ഇപ്പോൾ അദ്ദേഹത്തിന്റെ സ്വഭാവം, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ വാക്ക് പ്രധാനമാണെന്ന് മാത്രം, വാക്ക് മാത്രമാണെന്ന് വരരുത്, വാക്ക് പാലിക്കുന്നതാണെന്ന് വരാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് വാക്ക് പ്രധാനമാണെന്ന് പറയുമ്പോൾ വാക്ക് പാലിക്കാനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നൊരു സമീപനം ശ്രീ വി ഡി സതീശൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സ്വീകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. മാർക്കറ്റിൽ ഇടപെടുന്ന കാര്യത്തിൽ ദയനീയമായി കഴിഞ്ഞ സർക്കാർ പരാജയപ്പെട്ടു. ഇപ്പൊ പറഞ്ഞല്ലോ ഈ പൈസ എടുത്ത് കൊടുക്കാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ കടം തീർക്കണ്ടേ? ആ മാർക്കറ്റ് ഇന്റർവെൻഷൻ നടത്തേണ്ട ഏജൻസിക്ക് 3000-ഓളം കോടി രൂപ കടമായി കൊടുക്കാനുള്ളത് ബാക്കി വെച്ചിട്ടാണ് പോയത്. ഇവിടുന്ന് കിട്ടുന്നത് 100-500 കോടി രൂപയാണ്, 500 കോടി രൂപയാണ്. അപ്പൊ ആ പൈസ എടുത്ത് കൊടുത്താൽ നിങ്ങൾ വരുത്തി വെച്ചിരിക്കുന്ന ഈ കടം ആര് കൊടുക്കും? ആ കടം കൊടുത്താൽ മാത്രമാണ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷനും മാർക്കറ്റിൽ ഇടപെട്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന രൂക്ഷമായ ഈ വിലക്കയറ്റം നിയന്ത്രിക്കാൻ പറ്റുള്ളൂ. പെട്രോൾ ഡീസൽ വില വർധന ഏറ്റവും കൂടി നിന്ന സമയത്താണ് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷന്റെ പേരിൽ അങ്ങ് ധനകാര്യമന്ത്രി ആയിരുന്നപ്പോൾ ഇന്ധന സെസ് 2 രൂപയ്ക്ക് വർദ്ധിപ്പിച്ചത്. അല്ല, അങ്ങ് അന്നത്തെ എന്റെ പ്രസംഗവും കൂടി ഒന്ന് കോട്ട് ചെയ്യണം. ഞാൻ പറഞ്ഞു ഇത് അപകടമാണ്. എന്നോട് മണ്ടത്തരം ചെയ്യാനാണോ മുൻ ധനകാര്യമന്ത്രി ബാലഗോപാലൻ ഉപദേശിച്ചത്? ഞാനും പൊട്ടനാവണം 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 എന്നാണോ ബാലഗോപാലൻ പറഞ്ഞു വെച്ചത്? ബാലഗോപാല, എണ്ണ തേപ്പിക്കുമ്പോ പാറടി. ബാലഗോപാലിനെ എണ്ണ തേപ്പിച്ച് കുളിപ്പിച്ച് കിടത്തിയിട്ടുണ്ട് ആര്? വി ഡി സതീശൻ. ബാലഗോപാലെ ഇടയിലൊന്ന് കയറിയിട്ട് ഒന്ന് സതീശൻ ഇങ്ങനെ ഒന്ന് തോണ്ടാൻ നോക്കിയിട്ടുള്ളൂ, തോണ്ടിയിട്ടില്ല. ഒന്ന് തോണ്ടാൻ ഇങ്ങനെ ഒരു ശ്രമം നടത്തി. സതീശൻ എന്ത് ചെയ്തു? എണ്ണ തേപ്പിച്ച് കുളിപ്പിച്ചങ്ങോട്ട് കിടത്തിയിട്ടുണ്ട് ബാലഗോപാലനെ, അല്ലേ? അപ്പോൾ ഇത് മറ്റൊന്നുമല്ല, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് വി ഡി സതീശൻ പറഞ്ഞ ചില കാര്യങ്ങളെ കോട്ട് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഈ സർക്കാർ ഇറങ്ങിപ്പോകുമ്പോൾ എല്ലാ മേഖലയിലും ഖജനാവ് പൂജകെട്ട് കിടക്കുന്നു എന്ന് മാത്രമല്ല, എല്ലാ മേഖല കൂടി കുളം തോണ്ടി നശിപ്പിച്ച് നാറാണക്കല്ലടുപ്പിച്ച് കടത്തിന്മേൽ കടം, കഴുത്തറ്റം കടം വരുത്തി വെച്ച് തീർത്തിട്ടാണ് പിണറായി വിജയൻ ഇറങ്ങിപ്പോയിരിക്കുന്നത്. മനസ്സിലായില്ലേ? കൃത്യമായിട്ട് ഈ പറയുന്ന ബാലഗോപാലനായിരുന്നു ധനമന്ത്രി. എന്തുകൊണ്ട് സതീശൻ, മുഖ്യമന്ത്രി സതീശൻ ഇത്തവണ ധനകാര്യ വകുപ്പ് അദ്ദേഹം തന്നെ കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചു എന്ന് നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? കൃത്യമായിട്ട് സതീശൻ കഴിഞ്ഞ 5 കൊല്ലം പ്രതിപക്ഷ നേതാവിൻ്റെ കസേരയിൽ ഇരുന്നു കൊണ്ട് വളരെ കൃത്യമായ പഠനങ്ങൾ നടത്തുകയായിരുന്നു. സാധാരണഗതിയിൽ ഒരു 5 വർഷത്തെ കോഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഏതാ ഇപ്പോൾ ഒരു 5 വർഷത്തെ കോഴ്സ് ഉള്ളത്? അതുപോലെ ഒരു 5 വർഷത്തെ കോഴ്സ് പഠിക്കുകയായിരുന്നു സതീശൻ. കൃത്യമായി പഠിച്ചു, അയാൾ അതിൽ പാസ്സായി. അതിൽ അയാൾക്ക് കിട്ടിയ മാർക്കാണ് 102. ധനകാര്യ മേഖലയെക്കുറിച്ച് പഠിച്ചു, ആരോഗ്യ മേഖലയെക്കുറിച്ച് പഠിച്ചു, വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് പഠിച്ചു, സാമ്പത്തിക മേഖലയെക്കുറിച്ച് പഠിച്ചു എന്ന് വേണ്ട കേരളത്തിൻ്റെ അഷ്ടമേഖലകളെക്കുറിച്ചും സതീശൻ പഠനം നടത്തിയിട്ട് കൃത്യമായി ഗൃഹപാഠം നടത്തിയിട്ടാണ് സതീശൻ വന്നിരിക്കുന്നത്. അല്ലെങ്കിലും ബാലഗോപാലനൊക്കെ ഒരു കാര്യം ആലോചിക്കണ്ടേ? ഇവൻ്റെയൊക്കെ തലതൊട്ടപ്പൻ തോമസ് ഐസക്ക് ഈ സതീശൻ്റെ മുന്നിൽ ഇമ്മ വരച്ച വ്യക്തിയാ, വരപ്പിച്ചതാ സതീശൻ. മനസ്സിലായില്ലേ? ഇമ്മ വരപ്പിച്ചിട്ടാണ് തോമസ് ഐസക്കിനെ വിട്ടത്. ഏതാ തോമസ് ഐസക്ക്? ഞാൻ വലിയ ധനകാര്യ ശാസ്ത്രജ്ഞനാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന തോമസ് ഐസക്ക്. ആ തോമസ് ഐസക്കിനെ ഇമ്മ വരപ്പിച്ചിട്ട് വിട്ട വ്യക്തിയാ സതീശൻ. ആ സതീശനെ വേണ്ടിയിട്ട് ഒന്നിങ്ങനെ തോണ്ടാൻ നോക്കിയാൽ തോണ്ടാൻ നോക്കിയാൽ മതി. സതീശന് കൃത്യമായിട്ട് അതാണ് സതീശൻ്റെ വിജയം എന്ന് പറയുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വി ഡി സതീശൻ അവരുടെ വിജയം എന്ന് പറയുന്നത് അതാ. അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹം പഠിക്കുന്നുണ്ട്. അറിയാത്ത കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി വളരെ കൃത്യമായി നിരീക്ഷണങ്ങൾ നടത്തിയിട്ടാണ് അദ്ദേഹം കാര്യങ്ങൾ സംസാരിക്കുന്നത്, പ്രസന്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു
മാറ്റം അദ്ദേഹത്തിൽ നമുക്ക് ബാക്കിയുള്ളവരിൽ നിന്ന് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത് അതുകൊണ്ടാണ് അദ്ദേഹം ചോദിച്ചത്. ഈ മറുപടിയെ അദ്ദേഹം, ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ച ആ മറുപടി, മുഖ്യമന്ത്രിയുടെ മറുപടി, ധനകാര്യമന്ത്രി കൂടിയാണ് അദ്ദേഹം. ആ മുഖ്യമന്ത്രിയുടെ മറുപടി അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ അദ്ദേഹം ഷെയർ ചെയ്തിട്ടുണ്ട്. ആ ഷെയർ ചെയ്ത മറുപടിയിൽ മുകളിൽ ഒരു ക്യാപ്ഷനായിട്ട് അദ്ദേഹം കൊടുത്തത്, എന്നോട് മണ്ടത്തരം ചെയ്യാനാണോ മുൻ ധനകാര്യമന്ത്രി ബാലഗോപാലൻ ഉപദേശിച്ചത്? അയാൾക്ക് കൃത്യമായ ധാരണകളുണ്ട്. ധാരണകൾ എന്ന് പറഞ്ഞാൽ അത് അറിവാണ്, ധാരണയല്ല, അറിവ് തന്നെയുണ്ട് ആ മനുഷ്യന്. ധാരണ എന്ന് പറയുന്നത് മറ്റൊന്നാ, അറിവ് അത് കൃത്യമായിട്ട് അതിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിച്ചുള്ള അറിവ് അയാൾക്കുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ബാലഗോപാലിനെ പോലെയുള്ള ആളുകൾ, സംഭവം പിണറായി വിജയനാണ് പ്രതിപക്ഷ നേതാവ്. വിജയൻ എന്താക്കാൻ പറ്റില്ല, എനിക്ക് ഇന്ന് 2 വർത്താനം പറയാൻ പറ്റാത്ത സ്ഥിതിയിലാണ് ഉള്ളത്. വിജയൻ എന്തെങ്കിലുമൊക്കെ പറയും, പറയാണ്ടിരിക്കൊന്നുമില്ല, പക്ഷെ എന്തെങ്കിലുമൊക്കെ പറയും. ധനകാര്യവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയാൻ കഴിയുമോ? ഒന്നും കഴിയില്ല. അപ്പോൾ അത് മുൻ മന്ത്രി ബാലഗോപാലൻ അത് ഏറ്റെടുത്തിരിക്കുക. ബാലഗോപാലനാണെങ്കിൽ സതീശനെ തോണ്ടാനാ പോകുന്നത്. മനസ്സിലായില്ലേ? ഇത് ഒരു വ്യത്യാസം എന്താണെന്നറിയോ? ഞാൻ വി ഡി സതീശൻ എന്ന് പറയുന്ന നേതാവിനെ ഞാൻ കോൺഗ്രസ്സുകാരനായതുകൊണ്ടോ അല്ലെങ്കിൽ UDF കാരനായതുകൊണ്ടോ അദ്ദേഹത്തെ പുകഴ്ത്തുകയാണെന്ന് കരുതരുത്. സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിൽ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടത്, കൃത്യമായിട്ട് പ്രശ്നങ്ങൾ എന്താണെന്ന് അദ്ദേഹം പഠിച്ചു, അത് കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞു. അപ്പം നിങ്ങൾ ചോദിക്കും, ഇതിലെന്താ വലിയ കാര്യമെന്ന്? ഇതിൽ വലിയ കാര്യമൊന്നുമില്ല. ഇത് സാധാരണഗതിയിൽ പ്രതിപക്ഷത്തിരിക്കുന്ന എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണ്. പ്രതിപക്ഷ പാർട്ടികളാണെങ്കിലും പ്രതിപക്ഷ നേതാവാണെങ്കിലും, അപ്പോൾ പ്രതിപക്ഷ നേതാവ് കൂടുതൽ കാര്യങ്ങൾ പറയും. കാരണം നേതാവ് എന്നുള്ള രീതിയിൽ, പ്രതിപക്ഷത്തെ നയിക്കുന്ന വ്യക്തി എന്നുള്ള രീതിയിൽ ആ വ്യക്തി കൂടുതൽ കാര്യങ്ങൾ പറയും. അത് എല്ലാ പ്രതിപക്ഷ നേതാക്കളായിട്ടുള്ള ആളുകളൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തിട്ടുള്ളതാണ്. ഇതിലെന്താ വ്യത്യാസം? ഒരു വ്യത്യാസമില്ല. എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന കാര്യം മുമ്പുള്ളവരും ചെയ്തിട്ടുണ്ട്, സതീശനും ചെയ്തിട്ടുണ്ട്. പിന്നെ എങ്ങനെയാ സതീശന് മാത്രം ഒരു വ്യത്യസ്തനാകുന്നത്? ഒരു പ്രത്യേകത എന്താ? സതീശിൻ്റെ പ്രത്യേകത ആ പറച്ചിലല്ല പ്രത്യേകത. അദ്ദേഹം പ്രോബ്ലം എന്താണെന്ന് കണ്ടുപിടിച്ചു. എന്നിട്ട് ഇതിനെന്താണ് സൊല്യൂഷൻ അതുകൂടി അദ്ദേഹം കണ്ടുപിടിച്ചു. അദ്ദേഹം അഡ്രസ്സ് ചെയ്ത എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ ആ പ്രശ്നങ്ങൾക്കൊപ്പം അദ്ദേഹം അതിനുള്ള സൊല്യൂഷനും അദ്ദേഹത്തിൻ്റെ കൈകളിലുണ്ടായിരുന്നു. ആ പ്ലാൻ ബി ആണ് അദ്ദേഹം കേരളത്തിൻ്റെ മുന്നിൽ വെച്ചത്. ആ പ്ലാൻ ബിക്കാണ് ജനം അംഗീകാരം നൽകിയത്. ആ പ്ലാൻ ബിയുമായിട്ടാണ് അദ്ദേഹം മന്ത്രിസഭാ രൂപീകരണം നടത്തിയത്. ആ പ്ലാൻ ബിയുമായിട്ടാണ് അദ്ദേഹം കേരളത്തെ നയിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഇപ്പം ഈ കഴിഞ്ഞ 2 ആഴ്ചക്കാലം, അധികാരമേറ്റിട്ട് 2 ആഴ്ചക്കാലമായല്ലോ. ഈ കഴിഞ്ഞ 2 ആഴ്ചക്കാലം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അദ്ദേഹം കൃത്യമായിട്ട് എല്ലാ വകുപ്പുകളെയും ഏകോപിപ്പിക്കുന്നു എന്ന് മാത്രമല്ല, എല്ലാ ഈ പറയുന്ന അൾട്ടിമേറ്റ് മന്ത്രിസഭയുടെ അൾട്ടിമേറ്റ് ആരാണെന്ന് ചോദിച്ചാൽ അത് വി ഡി സതീശനാണ്. കൃത്യമായിട്ട് കഴിഞ്ഞ കാലങ്ങളിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം ഓരോ പ്രധാനപ്പെട്ടതൊക്കെ പ്രാവർത്തികമാക്കി എന്ന് തന്നെ നമുക്ക് പറയാം. മനസ്സിലായില്ലേ? അപ്പോൾ വരും കാലങ്ങളിൽ അദ്ദേഹത്തിന് മുമ്പിൽ ഒരുപാട് പ്രതിസന്ധികളുണ്ട്. കാരണം ഈ പറയുന്ന ഖജനാവിലെ ഫണ്ടിൻ്റെ അവൈലബിലിറ്റി വലിയൊരു പ്രശ്നമാണ് എന്തൊരു പ്രൊജക്റ്റിനെയും മുന്നോട്ട് വെക്കാൻ. പക്ഷെ അതിനും അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൃത്യമായ പ്ലാനുകളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പോൾ മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ മറ്റുള്ള മന്ത്രിമാർ ഒക്കെ കഴിഞ്ഞ കാലങ്ങളിൽ ഇവർ കേരളത്തോട് പറഞ്ഞുകൊണ്ടിരുന്ന അഡ്രസ്സ് ചെയ്ത കാര്യങ്ങളെ തുടക്കം മുതലേ ഈ കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് അദ്ദേഹത്തിനത് ഉത്തരവായി പ്രഖ്യാപിക്കാൻ, നടപ്പിലാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് ഇതൊക്കെ ചെയ്യാൻ കഴിഞ്ഞത്? ഇതിനൊക്കെയുള്ള പ്ലാനുകൾ കയ്യിലുണ്ട്. തെരഞ്ഞെടുപ്പിന് മുൻപേ ഇതിനുള്ള സൊല്യൂഷൻ കയ്യിലുണ്ടായിരുന്നു. ഇത് എങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യണം എന്നുള്ള പ്ലാനും കയ്യിലുണ്ട്. അപ്പോൾ കൃത്യമായ പഠനം കഴിഞ്ഞ 5 വർഷം നടത്തി എന്നുള്ളത് ഈ ഭരണത്തിൽ വലിയ മികച്ച രീതിയിൽ മുന്നോട്ട് പോകാൻ UDF ഗവൺമെൻറ്റിനെ സതീശൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഓഫ് കോഴ്സ് മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിനാണ് എല്ലാത്തിൻ്റെയും ഉത്തരവാദിത്വം.
അൾട്ടിമേറ്റ് ഫൈനൽ ഡിസിഷൻ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചാൽ അത് മുഖ്യമന്ത്രിയുടെ ടേബിളിൽ നിന്നാണ്. അവിടെ നിന്ന് വരുന്നതായതുകൊണ്ട് കൃത്യമായി എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം ഇടപെടുന്നുണ്ട്. ഇടപെടണം, എല്ലാത്തിലും ഇടപെടണം, കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകണം, കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് നടപ്പിലാക്കണം. ഇതൊക്കെ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. എന്താണെങ്കിലും നിയമസഭയിൽ ആദ്യ സമ്മേളനമാണ്. ഇന്നിപ്പോൾ ഡെപ്യൂട്ടി സ്പീക്കറുടെ തെരഞ്ഞെടുപ്പ് അടക്കമുണ്ടായിരുന്നു. അപ്പോൾ ഈ ആദ്യ സമ്മേളനത്തിൽ തന്നെ ബാലഗോപാലൻ ഒന്ന് സതീശനൊന്ന് ഇങ്ങനെ ക്രമീകരിച്ചിട്ട്, കാരണം തോൽവിയുടെ ആഘാതം അത്രമാത്രമുണ്ട്. അപ്പോൾ ക്രിമികടി കാരണം എങ്ങനെയെങ്കിലും ഒന്ന് നോക്കാൻ വേണ്ടി ഒരു കൈ ഒന്ന് ചൊറിയാൻ പറ്റുമോ? പക്ഷെ ഇവന് മനസ്സിലാക്കണ്ടേ, ബാലഗോപാലനാണെങ്കിലും സഖാക്കളാണെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കണ്ടേ, സതീശന് അത് സാധാരണഗതിയിൽ ഇത് എന്താ കാര്യം എന്നറിയാമോ? ഈ രാഷ്ട്രീയ നേതാക്കൾക്ക് പലപ്പോഴും ഉണ്ടാവാതെ പോകുന്ന ഒരു നോളജിൻ്റെ ഒരു ഭാഗമുണ്ട്. അത് സതീശനുണ്ട് എന്നുള്ളതാണ്. അത് ആ മനുഷ്യന് കൃത്യമായിട്ടുണ്ട്. ആ കൃത്യമായ പഠനം അയാൾ സ്വമേധയാ നടത്തിയ പഠനങ്ങളാണ്. ആ പഠനങ്ങളിൽ നിന്ന് അയാൾ ഡിറൈവ് ചെയ്തെടുത്തിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് സതീശനെ, ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, ആരും സതീശനെ അങ്ങ് മുക്കിൽ വലിക്കാമെന്ന് കരുതിയിട്ട് അങ്ങോട്ട് തിരിയാൻ നിൽക്കണ്ട. കാരണം അത് മതം പൊട്ടി നിൽക്കുന്ന ആനയാണെന്ന് മനസ്സിലാക്കിയാൽ മതി. തിരിഞ്ഞൊന്ന് നിന്നാൽ തീരുന്നതേ ഉള്ളൂ നിങ്ങൾ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണെങ്കിലും ബാലഗോപാലിനുള്ള മറുപടി കൊടുത്തിട്ടുണ്ട് കൃത്യമായിട്ട്. മനസ്സിലായില്ലേ? ഞാൻ ആ പറഞ്ഞ കാര്യങ്ങളുടെ ഉള്ളിലേക്ക് പോകുന്നില്ല. കാരണം അത് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടി വരും. സപ്ലൈകോനെ കുറിച്ച് ചർച്ച ചെയ്യേണ്ടി വരും, നമ്മൾ മാർക്കറ്റിനെ കുറിച്ച് ചർച്ച ചെയ്യേണ്ടി വരും, വിലവർദ്ധവിനെ കുറിച്ച് ചർച്ച ചെയ്യേണ്ടി വരും, ഈ പറയുന്ന ക്ഷേമ പെൻഷനെ കുറിച്ച് ചർച്ച ചെയ്യേണ്ടി വരും. ക്ഷേമ പെൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഓരോ ലിറ്ററിൻ്റെ മേലും 2 രൂപ സെസ് ഏർപ്പെടുത്തിയതിനെ കുറിച്ച് ചർച്ച ചെയ്യേണ്ടി വരും. പിന്നെ നമ്മുടെ കേരളത്തിലെ വിലവർദ്ധനവ്, വിലക്കയറ്റം, അവശ്യ സാധനങ്ങളുടെ വിലവർദ്ധനവിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. അപ്പോൾ വലിയ ഒരു ടോപ്പിക്കിലേക്ക് പോകേണ്ടി വരും. അതുകൊണ്ട് ആ ഒരു വിഷയത്തിലേക്ക് പോകുന്നില്ല. പക്ഷേ സതീശനെ ചൊറിയാൻ നിൽക്കണ്ട എന്നുള്ളത് പറയാനാണ്.